ശ്രീലങ്കയിലെ പട്ടിപ്പോല എന്ന വില്ലേജിൽ നിന്നും ഞങ്ങൾ പോയത് ഫേമസ് ഹിൽ സ്റ്റേഷനായ എല്ലയിലേക്കാണ്. അവിടെ ഞങ്ങൾ ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം മലകളോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ബീച്ച് ടൗൺ ആയ മിറീസയിലെത്തി. ഇത്രയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ശ്രീലങ്ക. അങ്ങനെ പട്ടിപ്പോലയിലെ സ്റ്റേ കഴിഞ്ഞു. നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഇത്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലയാണ്. അങ്ങോട്ടുള്ള ട്രെയിൻ ഒരു 20 മിനിറ്റിൽ ഇവിടെ വരും. നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ കട്ടിയുള്ള കാർഡ്ബോർഡ് ടിക്കറ്റാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടില്ല. ശ്രീലങ്കയിലെ ഏറ്റവും ഹൈറ്റിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് പട്ടിപ്പോല. 6204 ഫീറ്റാണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത്. ചെറിയ സ്റ്റേഷനാണെങ്കിലും പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ സിഗ്നൽ സിസ്റ്റം. എല്ലാം പണ്ടത്തെ ടെക്നോളജിയാണ്. ഓഫീസർ ഒരു നല്ല മനുഷ്യരായിരുന്നുകൊണ്ട് എല്ലാം കയറി കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ സമ്മതിച്ചു. നമ്മുടെ ട്രെയിൻ ഇതാ വരുന്നുണ്ട്. നോക്കിയാൽ കാണാം, റെയിൽവേ സ്റ്റാഫിൽ ഒരാൾ അങ്ങോട്ടൊരു ടോക്കൺ കൊടുത്തു, മറ്റേയാൾ ഇങ്ങോട്ടൊരു ടോക്കൺ വാങ്ങി. ഇതിനാണ് ടോക്കൺ സിഗ്നൽ സിസ്റ്റം എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ട്രാക്കിൽ 2 ട്രെയിൻ ഒരുമിച്ച് വരാതിരിക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു സെക്ഷനിൽ ഒരു ടോക്കൺ കാണും. ആ ടോക്കൺ കയ്യിലുള്ള ട്രെയിനിന് മാത്രമേ ആ സെക്ഷനിലൂടെ പോകാൻ പറ്റൂ. അങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂറാണ് എല്ലാം എത്താനായിട്ട് വേണ്ടത്. കൊളംബോയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ നോക്കുകയാണെങ്കിൽ എല്ലാം വരെ ഏകദേശം 10 മണിക്കൂറാണ് ജേർണി ടൈം. ഞങ്ങൾ ഈ യാത്ര 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്യാൻഡിയിലും പട്ടിപ്പോലയിലും സ്റ്റേ ചെയ്തു. സാധാരണ എല്ലാവരും ക്യാൻഡിയിലും നുവാരയിലും ആയിട്ടാണ് സ്റ്റേ ചെയ്യാറ്. അതും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ടൈം തീരെ കുറവുള്ളവർക്ക് കൊളംബോയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ട്രെയിൻ എടുക്കാം. എല്ലയിലെത്തി. നമ്മൾ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ടൗണിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഹോം സ്റ്റേ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയാലാണ് ടൗൺ സെൻറ്റർ ആവുകയുള്ളൂ. ശ്രീലങ്കയിലെ ഒരു മെയിൻ ഹിൽ സ്റ്റേഷനാണ് എല്ല. ഇത് ഉവ പ്രൊവിൻസിലെ ബാദുല ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. സീ ലെവലിൽ നിന്ന് 1041 മീറ്ററാണ് എല്ലയുടെ ഹൈറ്റ് വരുന്നത്. എല്ലയിൽ നമുക്ക് കാണാനായിട്ട് കുറേ കാഴ്ചകളുണ്ട്. ലിറ്റിൽ ആഡംസ് പീക്ക്, 9 ആർക്ക് ബ്രിഡ്ജ്, എല്ലാ റോക്ക്, രാവണ ഫോൾസ്, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഉണ്ട് എല്ലയിൽ. ഇതിൽ മാക്സിമം 1 or 2 ആണ് നമുക്ക് നാളെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് വേണം എന്നുള്ളത് നമുക്ക് റൂമിൽ പോയിട്ട് ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ഈ ശ്രീലങ്ക ട്രിപ്പ് 10 ഡേയ്സേ ഉള്ളൂ. ആ 10 ദിവസം കൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം ഫുള്ളായിട്ടങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കുറേ പ്ലേസസൊക്കെ മിസ്സായി പോകും. പക്ഷേ ഈ ട്രിപ്പിൽ നമുക്ക് ദിവസങ്ങൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. നമ്മൾ എല്ലാ റോക്ക് കാണാൻ പോകാമെന്നാണ് തീരുമാനിച്ചത്. ഏകദേശം 2 മണിക്കൂർ വൺ സൈഡ് വരുന്ന ഒരു ട്രക്കാണിത്. ഈ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ ട്രക്കിംഗ് റൂട്ടിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലെ ചേച്ചി പറഞ്ഞായിരുന്നു. ഇത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഇത് സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ എത്തുന്നത് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ്. ഈ റെയിൽപാളം വഴിയാണ് നമുക്കിനി കുറേ ദൂരം നടക്കേണ്ടത്. ഇവിടുത്തെ നാട്ടുകാർ റോഡിന് പകരം ഈ റെയിൽപാളം വഴിയാണ് നടക്കുന്നത്. ട്രെയിൻ വിസിലടിച്ചിട്ട് പതുക്കെയാണ് വരുന്നത്. സോ മാറി നിൽക്കാനുള്ള സമയം കിട്ടും. ഈ റെയിൽവേ ഹൈക്കിംഗ് ശ്രീലങ്കയിൽ പല സ്ഥലത്തും ഉള്ള സംഭവമാണ്. എല്ലയിലും നമ്മൾ നേരത്തെ താമസിച്ച പട്ടിപ്പോല ഏരിയയിലൊക്കെ ഇതേപോലെ റെയിൽവേ പാളത്തിലൂടെ പോകുന്ന ഒരുപാട് ട്രക്കുകളുണ്ട്. അർച്ചന പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടിനടുത്ത് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു. സോ അന്ന് ഉണ്ടായിരുന്ന സ്കില്ലുകളൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കാൻ നോക്കുകയാണ് ആൾ. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഒക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു 2-3 കിലോമീറ്റർ നടന്ന് കാണും. ഇവിടെ ഒരു കിത്തയല്ല എന്നൊരു സ്റ്റേഷനിൽ എത്തി. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് എടുക്കണം എന്നാണ് നമ്മളൊരു ബ്ലോഗിൽ വായിച്ചത്. നമ്മളൊരു ടേൺ എടുത്തു. അത് ശരിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ സൈൻ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ ചോദിക്കാനായിട്ട് ആരെയും കണ്ടില്ല. ഇത് ശരിയാണെന്നുള്ള വിശ്വാസത്തിലങ്ങ് മുന്നോട്ട് പോവുക, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ട്രെക്കിംഗ് പാത്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു തേയിലത്തോട്ടമാണ്.
നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വലിയ തോട്ടങ്ങളല്ല ഇത്. ചിലപ്പോൾ ഏതെങ്കിലും വീട്ടുകാരുടെ ആയിരിക്കും. പഴയ മലയാള സിനിമയിലെ കാണുന്ന ഗ്രാമപ്രദേശങ്ങളില്ലേ, ചെറിയ മൺവഴിയൊക്കെ ആയിട്ട്, ഏതാണ്ട് അതുപോലെയാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന സ്ഥലം. ഇവിടത്തേക്ക് മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകാണ്. ഭയങ്കര ഹ്യൂജ് സൈസുള്ള മുളകുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ശ്രീലങ്കയിലെ ഹൈ റേഞ്ചിൽ തേയില കൂടാതെ ഇതുപോലെ ധാരാളം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എവിടെയായിട്ട് ഒരു ഡീവിയേഷൻ എടുക്കാനുണ്ട്. ഒരു പച്ച പെയിൻ്റ് അടിച്ച വീടിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് എടുക്കണം എന്നാണ് ഞാൻ വായിച്ച ബ്ലോഗിൽ കണ്ടേ. പക്ഷേ ഇവിടെ വീടിൻ്റെ പെയിൻറ് ഇവർ മാറ്റിയടിച്ചു എന്ന് തോന്നുന്നു. പച്ച വീടൊന്നും കാണാനില്ല. ഇനി നമുക്ക് ആരെങ്കിലും കണ്ടാൽ ചോദിക്കാം. ഒരു ചേട്ടൻ നമുക്ക് വഴി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ആ വഴിക്കടെ കയറിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണിത്. 2 ആൺമയിലുകൾ. ഇവന്മാരെങ്ങാനും പീലി വിടർത്തിയായിരുന്നെങ്കിൽ നല്ലൊരു അടിപൊളി കാഴ്ചയായേനെ അത്. മയിൽ മാത്രമല്ല, കുറേ കുരങ്ങന്മാരും ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ഫോറസ്റ്റായി. പക്ഷെ പ്രോപ്പറായിട്ടുള്ള പാത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളല്ലാതെ വേറെ ആൾക്കാരെയൊന്നും ഇപ്പോൾ കാണാനില്ല. ഇനി ഇത് തന്നെ അല്ലയാവോ എല്ലാ റോക്കിലേക്കുള്ള വഴി? അവസാനം വല്ല കൊടുങ്കാട്ടിൽ എത്തിപ്പെടാണ്ടിരുന്നാൽ മതി. ഇന്ന് രാവിലെ നമുക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നു. റൂമിൽ നിന്ന് പേഴ്സ് എടുക്കാണ്ടാണ് നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയത്. ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിഞ്ഞത്. പിന്നെ തിരിച്ചു പോയിട്ട് അത് എടുക്കേണ്ടി വന്നു. ആകെ ഒരു 1 മണിക്കൂറോളം ടൈം വേസ്റ്റായി പോയി. പക്ഷെ അതിനേക്കാൾ പണി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റെപ്പുകളൊക്കെ 2 പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വന്നു. ദൂരേന്ന് കുറേ ആൾക്കാർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വഴി നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയായിരിക്കും എല്ലാ റോക്കിലേക്കുള്ള വഴി. ഇന്ത്യ people very good. And this route shortcut. Shortcut. This is shortcut. Yeah, Okay. this longer. Okay. Many liters. Route. നമ്മൾ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് കുടിച്ചത്. ഇവിടുത്തെ 400 രൂപയായി. അല്പം കൂടുതലാണ് വില. പക്ഷേ ഈ മലയുടെ മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വന്ന വഴിയല്ലാണ്ട് വേറൊരു ഷോർട്ട് കട്ട് റൂട്ട് ഉണ്ടെന്നാണ് ആ കടക്കാരൻ ചേട്ടൻ പറഞ്ഞത്. കൂടുതൽ ആൾക്കാർ ആ വഴിക്കാണ് വരുന്നത്. അങ്ങനെ ഒരു വഴി നമ്മളെങ്ങും കണ്ടില്ലായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ടിക്കറ്റ് റേറ്റ് എഴുതിയിട്ടുണ്ട്. നാട്ടുകാർക്ക് 70 ലങ്കം രൂപയും ഫോറിനേഴ്സിന് 900 ലങ്കം രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതായത് നാട്ടിലെ 225 രൂപയോളം വരും. ഫൈനൽ വ്യൂ പോയിൻ്റ് കാണാൻ മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ഇവിടെ ടിക്കറ്റ് എടുക്കാതെ ഇരിക്കുകയാണ്. കാരണം നല്ല കോടമഞ്ഞാണ്. വ്യൂ പോയിൻ്റിൽ പോയാലും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളേതായാലും ഇത്രയും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുത്ത് വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോയി. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഒന്നും കാണാൻ പറ്റില്ല. ഫുൾ കോടമഞ്ഞാണ് ഇവിടെ. ഇതാണ് നമുക്ക് ടോപ്പിൽ നിന്ന് കിട്ടുന്ന വ്യൂ. ആ തൊട്ട് മുമ്പിലുള്ള കുറച്ച് മരങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഫുള്ള് മഞ്ഞാണ്. ഒരു തുള്ളി പോലും കാണാൻ പറ്റുന്നില്ല. ശരിക്കും ഇവിടെ നിന്നുള്ള വ്യൂ കിടിലമാണ്. നമ്മൾ നെറ്റിൽ ഫോട്ടോ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ മഞ്ഞുണ്ടോ എന്ന് നോക്കുക. മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്തിട്ട് വ്യൂ പോയിന്റിലേക്ക് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, നഷ്ടമായിരിക്കും. നല്ല രസമുള്ളൊരു ഹൈക്കാണിത്. അപ്പോൾ എല്ലയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റേ ടിക്കറ്റിൻ്റെ കാര്യം മാത്രം ഒന്ന് ഓർത്താൽ മതി. നമുക്കിനി തിരിച്ച് ചെന്നിട്ട് വേറെ സ്ഥലങ്ങളൊന്നും കാണാനുള്ള ടൈം ഉണ്ടെന്ന് തോന്നുന്നില്ല. നാളെ രാവിലെ നമ്മൾ എല്ലയോട് ബൈ പറഞ്ഞിട്ട് ഈച്ച് ടൗണായ മിറീസയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോയിൽ മിറീസയിലെ കാഴ്ചകളായിരിക്കും. നമ്മൾ മിറീസയിലെത്തി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മഞ്ഞും മഴയൊക്കെയുള്ള ഹൈ റേഞ്ചിലായിരുന്നു. ഇവിടെ നല്ല വെയിലാണ്. എല്ലയിൽ നിന്ന് 170 കിലോമീറ്ററാണ് മിറീസയിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് എല്ലാ ടൗണിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പാകത്തിനൊരു ബസ് കിട്ടി. 5 മണിക്കൂറായിരുന്നു ജേർണി ടൈം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അർച്ചന പറഞ്ഞത് ട്രഡീഷണൽ സാഫ്രോൺ റൈസാണ്.
ഇതിൻ്റെ കൂടെ ഒരു കാഷ്യൂ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ തമിഴ്നാട്ടിൽ കിട്ടുന്ന മട്ടൺ കോല പോലത്തെ ഒരു ഡിഷും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ശ്രീലങ്കൻ മീൽസാണ്. ഇതിൻ്റെ കൂടെ ചീരയും പരിപ്പും ചക്കയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. റൈസ് നമ്മുടെ കേരള റൈസ് തന്നെയാണ്. ഫുഡ് നല്ലതായിരുന്നു. വെജ് ഫുഡായിരുന്നു ചിക്കനേക്കാൾ നല്ലത്. നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കഴിച്ചപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നിയത്. പുതിയ ശ്രീലങ്കയിൽ വെജ് ഫുഡാണ് ടേസ്റ്റി. നമ്മൾ ഒരുപാട് സീ ഫുഡൊന്നും കഴിച്ചില്ല, അതൊന്നും നല്ലതായിരിക്കും തോന്നുന്നു. മെറീസയിൽ നിന്ന് നാളെ നമ്മൾ ഗോൾ എന്നൊരു മറ്റൊരു ടൗണിലേക്ക് പോകും. മെറീസയിലെയും ഗോളിലെയും കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അത് മിസ്സാവാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി കാണാം.